Welcome all, it's me Mubu. Welcome to Mubu's vlog. നമ്മളിന്ന് ചൂടേറിയ ചർച്ചയ്ക്ക് വന്നതാണ്. എൻ്റെ അവിടെ ഇപ്പോൾ രണ്ട് വിശിഷ്ട അതിഥികളുണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതനും സംഘടനാ നേതാവുമായിട്ടുള്ള റാഷിദ് ഉസ്താദും സാംസ്കാരിക നേതാവും കണ്ണൂർ മേഖല സെക്രട്ടറിയുമായിട്ടുള്ള റബീസർ തിരക്കിനിടയിൽ നമ്മോടൊപ്പം ഉണ്ട്. രണ്ടാളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ആധുനിക ലോകത്ത് യുവതലമുറ അവരുടെ സ്വപ്നങ്ങളും ആശയങ്ങളും ആദർശങ്ങളുമൊക്കെ റാപ്പിലൂടെയാണ് ഇന്ന് പങ്കുവെക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ റാപ്പറായിട്ടുള്ള വേടൻ, അദ്ദേഹമാണ് റാപ്പ് കേരളത്തിൽ ജനകീയമാക്കിയത്. അദ്ദേഹത്തിൻ്റെ വരികളൊക്കെ പ്രസക്തമാണ്. അധ്വാനത്തിൻ്റെയും ആശയങ്ങളുടെയും വ്യത്യസ്തമായ വരികളുണ്ട്. ഈ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, മതിൽ, നിറങ്ങൾ മങ്ങുകയില്ല കട്ടയങ്ങളെ, കടലിൻ്റെ കടലമ്മ കരഞ്ഞ പറ്റി, അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ പ്രദർശിപ്പിക്കുന്ന വരികൾ അദ്ദേഹം ഇവിടെ പ്രദർശിപ്പിക്കുന്നു. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റില്ല. ഇരിക്കട്ടെ, ഈ ആധുനിക ലോകത്ത് ഈ ആളുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്വാധീനിക്കപ്പെടുന്ന ഒരു മേഖലയാണ്, ഒരു സാംസ്കാരിക പ്ലാറ്റ്ഫോമാണ് എന്ത്, റാപ്പ് എന്നുള്ളത്. ആദ്യമൊക്കെ പ്രസംഗങ്ങളായിരുന്നു, പക്ഷെ അത് മാറി ഇപ്പോൾ റാപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആശയങ്ങൾ എന്താണ്? റാപ്പിൻ്റെ നല്ല ധൈര്യമുള്ള വരികളും ഈരടികളും എല്ലാം ചരിത്രപരമായിട്ട് ഇസ്ലാമിൻ്റെ തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ വിഷയം റാപ്പർ യുഗം ഇസ്ലാമിക വിഷയത്തിൽ എന്നുള്ളതാണ്. അതെ, ഇന്ന് ചർച്ചയുടെ അത്യാവശ്യമാണ്. ഇന്നത്തെ സമൂഹം അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ഈ ഇസ്ലാമിൽ കർമ്മശാസ്ത്രത്തിൽ എപ്പോഴും സംഗീതം വലിയ ചർച്ചാ വിഷയമാണ്. ഈ കവിതയ്ക്ക് ചരിത്രമായിട്ട് വല്ല ആശയങ്ങളുണ്ടോ? അതുപോലെ തന്നെ എന്ത് തത്വങ്ങളാണ് ഈ റാപ്പിൽ നിന്ന് ഇസ്ലാമിക മനുഷ്യ സമൂഹം ഉൾക്കൊള്ളേണ്ടത്? നമ്മുടെ ഈ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രമായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നത് ഉസ്താദാണ്. റാപ്പിൻ്റെ ഉത്ഭവവും ആശയങ്ങളും നമ്മോട് വ്യക്തമാക്കുന്നത് റബീ സാറാണ്. ആദ്യമായിട്ട് റാപ്പിൽ നിന്ന് തുടങ്ങാം. സർ, റാപ്പിൻ്റെ അടിസ്ഥാന ആശയങ്ങളും ഉത്ഭവമൊക്കെ എങ്ങനെയായിരുന്നു? റാപ്പ് എന്നുള്ളത് ഒരു 1970 കാലഘട്ടങ്ങളിൽ, അത് 2000 മുമ്പേ ഉണ്ട്. ഇല്ല, 2000 മുമ്പ് 1970 കാലഘട്ടങ്ങളിൽ ബ്രോങ്സിലെ ന്യൂയോർക്ക് സിറ്റിയിലെ ലാറ്റിൻ ആഫ്രിക്കൻ അമേരിക്കൻ സംസ്കാരങ്ങൾ ആ സമൂഹങ്ങൾക്കിടയിലുണ്ടായ ഒരു സാംസ്കാരികമായ രീതിയിൽ നിന്ന് വന്നൊരു സംഗതിയാണ് റാപ്പ് സോങ്. ഇത് ആ കാലഘട്ടങ്ങളിലുണ്ടായ അവരുടെ സാമൂഹിക അവസ്ഥ, അവരുടെ അസമത്വങ്ങൾ, അവരുടെ ദാരിദ്ര്യാവസ്ഥകൾ, അവരുടെ രാഷ്ട്രീയം, അതൊക്കെ അവരെ ഒരു പ്രഭാഷകൻ പ്രസംഗിക്കുന്നതിനേക്കാൾ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് അവർ അവരുടെ കാവ്യപരമായ രീതിയിൽ അവർ പാട്ട് പാടിക്കൊണ്ട് റാപ്പ് സോങ്ങിലൂടെ അറിയിച്ചു. അന്നൊരു സമൂഹത്തിന്റെ പ്രതിഷേധങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നൊരു സംഗതിയായിരുന്നു ഇത്. പിന്നീട് അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇത് അന്നൊരു ഗ്രൂപ്പായി, ഒരു സമൂഹം ഒരു ഗ്രൂപ്പായിട്ട് ഇത് അവതരിപ്പിച്ചിരുന്നു. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇത് അപ്ഡേഷനായി. ഇത് പിന്നെ വ്യക്തിപരമായ രീതിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. ആദ്യമായി DJ ഹെർക്കൂൾ എന്ന ഒരു വ്യക്തി, അദ്ദേഹം വാദ്യോപകരണങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേജ് പെർഫോമൻസ് എന്ന രീതിയിൽ ഇത് പിന്നീട് വളരെ നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പിന്നീട് ഇത് വ്യക്തികളിലേക്ക് ചുരുങ്ങിയ സമയത്ത് ആ വ്യക്തികൾ അവരുടെ സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ കേരളത്തിൽ വേടനൊക്കെ ചെയ്യുന്നത് പോലെ അവർ വ്യക്തികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ആ നാട്ടിലെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അവർ വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പോൾ ഈ വേടൻ്റെ വിഷയത്തിൽ തന്നെ ആണെങ്കിൽ വേടൻ നമ്മൾ കേരളം ഇപ്പം വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വേടൻ. അദ്ദേഹത്തിൻ്റെ വിഷയം തന്നെയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റ അടിമത്തത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മാതാവിനെക്കുറിച്ച് അദ്ദേഹം വളരെ മനോഹരമാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയ കാമുകിയെക്കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ എവരെയും ആകർഷിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ കൂടുതൽ ഇപ്പോൾ നിലവിൽ ഇത് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ അടുത്ത കാലങ്ങളിലായി സ്ത്രീകളും ഒരുപാട് ഇതിന് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർക്ക് ഉണ്ടായിരിക്കുന്ന മാനസികവുമായ ശാരീരികവുമായ പീഡനങ്ങളും അവർക്ക് ഏറ്റിട്ടുള്ള മറ്റുള്ള അനുഭവങ്ങളെല്ലാം അവർ പാടിക്കൊണ്ട്, അതായത് ഒരു സ്റ്റേജ് കെട്ടി അവരവരുടെ വിഷയങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ ഒരു തൂലികയിലൂടെ അവർ അറിയിക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഇത്തരത്തിൽ അവർ അവതരിപ്പിക്കുന്നുണ്ടാകും. അത് ജനങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. ഇനി നമുക്ക് ഇസ്ലാമിക തത്വങ്ങളിലേക്ക് എടുക്കുമ്പോൾ ഈ കവിതയ്ക്ക് ഇസ്ലാമിക ചരിത്രപരമായിട്ട് വല്ല വേരുകളുമുണ്ടോ? കവിതനെ കുറിച്ച് ഇസ്ലാമിൻ്റെ ആദ്യകാലമായി പറയുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലഘട്ടം മുതൽ പറയണം. അതായത് അവിടെ നിന്ന് കടന്നു വന്ന മുതലേ സംഭവങ്ങളുണ്ട്. അതെ, അന്നേ വ്യാപകമാണ്. അവിടെ നിന്ന് കടന്നു വന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ അറബിക് കവിതയുടെ കാവ്യതയിൽ അങ്ങേയറ്റം അഗാധ ജ്ഞാനരായ നിരവധി ആളുകൾ കാണാൻ പറ്റും. അതിൽ തന്നെ ഏറ്റവും പ്രശസ്തരായ 7 ആളുകളുണ്ട്. ഇമ്രുൽ ഖൈസിനെ പോലെ, ലബീദിനെ പോലെയുള്ള 7 ആളുകൾ. അവരുടെ ആശയങ്ങളെ കവിതകളാക്കി രൂപപ്പെടുത്തുകയും അങ്ങനെ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട 7 കവിതകൾ
അത് സ്വർണ്ണ ലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കാവ്യയുടെ കല്ലുകൾ കെട്ടിത്തൂക്കുകയുണ്ടായി. അങ്ങനെ പിന്നീട് അതിന് അസബുൽ മുഅല്ലഖാത്ത് അല്ലെങ്കിൽ അസബുൽ മുദഹബാത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് ഇബ്നുൽ ഖൽദൂൻ്റെ മുഖദ്ദിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ എത്രത്തോളം സാഹിത്യ സാമ്രാട്ടുകളായിരുന്ന അവരുടെ കവിതയിൽ കൊണ്ടുവന്ന പ്രധാന പ്രമേയങ്ങൾ എന്ന് പറയുന്നത് ദുരഭിമാനം, ആത്മപ്രശംസ, സ്ത്രീ വർണ്ണന. അഥവാ ഇന്നിപ്പോ ഈ കേരളത്തിലെ സമൂഹം ചെയ്യുന്നത് പോലെ, റാപ്പർമാർ ചെയ്യുന്നത് പോലെ. അതെ അതെ, ഈ മദ്യത്തെക്കുറിച്ചൊക്കെ വ്യാപകമായി നമുക്കറിയാവുന്ന രീതിയിൽ തന്നെ വളരെ വിശാലമായ രീതിയിൽ അതിൽ വർണ്ണിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ എല്ലാം രത്നച്ചുരുക്കം നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പെണ്ണുപിടി, കള്ളുകുടി, അടിപിടി എന്നീ 3 കാര്യങ്ങളിൽ സംക്ഷിപ്തമായിരുന്നു എന്ന് ചുരുക്കം. ഇനി കർമ്മശാസ്ത്രത്തിൽ ഇതിനെങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? നമുക്കാദ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിലൂടെ വരാം. അതായത് ഇമാം ഹാക്കിം റഹിമഹുല്ല അൽ മുസ്തദ്റുക് അൽ സ്വഹീഹൈൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസുണ്ട്. ഇന്നഹു കലാമുൻ ഫഹസനുഹു ഹസനുൻ ഖബീഹുഹു ഖബീഹുൻ. അതായത് നിശ്ചയം അതൊരു സംസാരമാണ്. അത് നന്മയെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ്, അതല്ല തെറ്റിനെയാണ് പ്രോത്സാഹിപ്പിക്കുക എങ്കിൽ അതൊരു മോശമാണ്. അതായത് ഒരു കവിത നമുക്ക് മുമ്പിലേക്ക് ഒരു സംഗീതം വരികയാണെങ്കിൽ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നോക്കിയിട്ടാണ്. അത് നന്മയെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ്, അതല്ല ചീത്തയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. നമുക്കറിയാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സ്വഹാബത്ത് ഒരുപാട് പുകഴ്ത്തിയിട്ടുണ്ട്. അതിനെ നബി തങ്ങൾ ഒരിക്കലും നിരോധിച്ചിട്ടില്ല. മറിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് പാരിതോഷികം നൽകുകയാണ് അവിടെ നിന്ന് ചെയ്തിട്ടുള്ളത്. ഒന്നുകിൽ അവർ സ്വമേധയാ നബി തങ്ങളെ പുകഴ്ത്തും, അല്ലെങ്കിൽ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളുടെ ആക്ഷേപങ്ങൾക്കെതിരെയുള്ള മറുപടിയായിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ കഅബ് ഇബ്നു മാലിക് തങ്ങളെ പോലെയുള്ള സ്വഹാബ പ്രമുഖർ പാടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി കർമ്മശാസ്ത്രത്തിൽ വല്ല കിതാബുകൾ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മുടെ മനുഷ്യ മനസ്സുകളെ പിടിച്ചു കുലുക്കുന്നതായ, അമിതാഹ്ലാദത്തിലാക്കുന്നതായ സംഗീതങ്ങൾ, അതുപോലെ നമ്മുടെ വിനോദത്തിൽ ആ സംഗീതം കൊണ്ട് നമ്മുടെ വിനോദത്തിൽ ഊളിയിടുന്ന വിധത്തിലുള്ള സംഗീതങ്ങൾ, അതിനെല്ലാം അത് തെറ്റിൻ്റെ വശങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് അതൊക്കെ അപൂർവമാണ്, അങ്ങനെ സാധ്യതയില്ല. അങ്ങനെ വരികയാണെങ്കിൽ പോലും അത് കറാത്തിൻ്റെ പരിധിയിൽപ്പെടുമെന്ന് ഇമാമിങ്ങൾ റാഷിദ് പറഞ്ഞ പോലെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ റാപ്പ് സംഗീതങ്ങൾ വളരെ നല്ലതാണെങ്കിലും അതിനൊരു മറുവശം ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റാപ്പ് സോങ് ജനങ്ങൾക്കിടയിൽ അവരെ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതുപോലെ വളരെ ബാഡ് ഇമ്പാക്റ്റും ജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഈ റാപ്പ് സോങ്ങിൻ്റെയൊക്കെ ബേക്കിലായിട്ട് ഒരുപാട് ലഹരി മാഫിയകളും മറ്റൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ വളരെ പ്രശസ്തനായ ഒരു 2-3 റാപ്പ് സോങ്ങർമാർ വളരെ ചർച്ചയായിട്ട് ഒരു വിഷയമായിരുന്നു. അതായത് നമ്മുടെ കർമ്മശാസ്ത്ര രംഗത്ത് ഏറ്റവും പ്രധാന ഗ്രന്ഥമായ മിൻഹാജിൽ ഇമാം നവവി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന കാണാൻ സാധിക്കും. അതായത് വാദ്യോപകരണങ്ങൾ ഒന്നുമില്ലാത്ത സംഗീതം അത് കേൾക്കലും പാടലൊക്കെ എന്താണ്, കറാഹത്താണ്. അതായത് അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ് നല്ലത് എന്ന് സാരം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഗ്രന്ഥമായ തുഹ്ഫ, അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഷെർവാനിയിൽ ഇമാം ഷെർവാനി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നന്മയെ പ്രേരിപ്പിക്കുന്നതാണ് എങ്കിൽ സുന്നത്താണ്, അതല്ല തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെങ്കിൽ അത് തെറ്റാണ്. ഇനി അതല്ല അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് എങ്കിൽ അത് കറാഹത്താണ് എന്ന് ഇമാം ഷെർവാനി റഹിമഹുല്ല അവിടുത്തെ ഷെർവാനിയിൽ 10ാം വള്ളം 223-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇസ്ലാമിലെ സംഗീതത്തിൻ്റെ വിധിവിലക്കുകൾ എന്ന് പറയുന്നത് അത് പാടുന്ന ആൾ, വിഷയങ്ങൾ, അതിൻ്റെ ശൈലികൾ, അതുപോലെ അതിന് താളമേളം നൽകുന്ന വാദ്യോപകരണങ്ങൾ, ഇതിലൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക വിധിവിലക്കുകൾ വരിക. അത് ചിലപ്പോൾ സുന്നത്താകാം, ചിലപ്പോൾ ഹറാമാകാം, കറാഹത്ത, ഇങ്ങനെ പല രൂപത്തിലും വിധിവിലക്കുകൾ വരാം. ഓക്കെ, നമ്മൾ ഇസ്ലാമിൻ്റെ വീക്ഷണം ചർച്ച ചെയ്തു, റാപ്പിൻ്റെ വേരുകൾ ഇവിടെ ചർച്ച ചെയ്തു. ഉൾപ്പെടുത്തിയ 2 പേർക്കും നന്ദി അറിയിക്കുകയാണ്. വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും. ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര അടിസ്ഥാനത്തിൽ നമ്മൾ വരുമ്പോൾ റാപ്പിൻ്റെ ആശയങ്ങളും റാപ്പർമാരും എല്ലാം തന്നെ നിഷിദ്ധമാണ് എന്ന നിലപാടിലേക്കാണ് നമുക്ക് എത്താൻ കഴിയുന്നത്. കാരണം വ്യക്തമാണ്. ഉസ്താദ് പറഞ്ഞു, അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒരിക്കലും തന്നെ ഇസ്ലാം അനുവദനീയം ആക്കുന്നില്ല. അതായത് ഇന്നത്തെ സമൂഹത്തിൽ അത് വ്യാപകമാണ്. അവർ വഴിതെറ്റി പോകുന്നുണ്ട്. മറ്റൊന്ന് കാര്യം, അവർ അനാവശ്യമായ കാര്യങ്ങൾ അവിടെ നടമാടുന്നു എന്നുള്ളതാണ്. റാപ്പിൻ്റെ അടിവേര് നല്ലതാണെങ്കിലും ഇപ്പോൾ മുഖ്യധാര യാപ്പർമാർ അവർ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്, അശ്ലീലമായ വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് അമിതമായിട്ടുള്ള വിനോദത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. ഇന്നത്തെ കേരള സമൂഹത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു റാപ്പ് ഏത് ഭാഗത്താണ് നടക്കുകയാണെങ്കിൽ അവിടെ യുവതി സമൂഹം നിറഞ്ഞു നിൽക്കണം ആ സദസ്സിൽ. ഈ അമിതമായിട്ടുള്ള ലഹരി ഇസ്ലാം അംഗീകരിക്കുന്നില്ല.
അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അടുത്തോളം ദൈവികമായ സ്മരണയിൽ നിന്ന് തെറ്റുന്ന എല്ലാത്തിൽ നിന്നും മാറിയിരിക്കാനാണ് നല്ലത്. അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയും സംശയകരമായിട്ടുള്ള എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാനാണ് ഉത്തമം. ഓക്കെ, എല്ലാവർക്കും വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇറ്റ്സ് മീ മുബു വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.